ഇരിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര ആ വണ്ടിയെ പുച്ഛമാണ്. പുച്ഛമല്ല, ആ വണ്ടിയോട് ആർക്കും വലിയ മൈൻഡ് കാണത്തില്ല. പക്ഷെ നിർത്തി പോകുമ്പോൾ അതൊരു കിടിലൻ വണ്ടിയായിരുന്നു, ജമ്മായിരുന്നു. കമ്പ്യൂട്ടർ വണ്ടി തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഹിറ്റാകാൻ ചാൻസ് ഉള്ള ഒരു വണ്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിസൈൻ വെച്ചിട്ട് മേ ബി സെയിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. കാര്യം ആ വണ്ടി ഇഷ്ടപ്പെടുന്ന ഒരു ഒരു അന്ന് എടുക്കാൻ പറ്റാതെ പോയ ഒരുപാട് ആൾക്കാർ ഹിസ്റ്ററിയിൽ ഇപ്പോഴും ആ ഒരു വണ്ടിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നുണ്ട്. സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലൊക്കെ എന്ന് പറയുന്നതാണ് നമ്മുടെ സ്വന്തം. അത് വരാനൊരു ചാൻസും ഇല്ല. വന്നാൽ പക്ഷേ മിക്കവാറും ആ കമ്പനി പഴയ ലെവലിലോട്ട്, ഹൈ ലെവലിലോട്ട് പോകും. ഏറ്റവും കൂടുതൽ ഞാൻ നോക്കിയിട്ട് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നുന്നത്, അതായത് ഇപ്പം നിലവിൽ ഹീറോയ്ക്ക് 2 മോട്ടോർ സൈക്കിളാണ് അഡ്വഞ്ചർ കാറ്റഗറിയിൽ ഒരേ സെഗ്മെൻറ്റിൽ കിടക്കുന്നത്. എക്സ്പൾസ് 210. ഇപ്പോൾ എന്തെല്ലാം വണ്ടികളല്ലേ ഇറങ്ങുന്നത്. ഒരുപാട് വണ്ടികൾക്ക് വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ XSR 6 വർഷം കൊണ്ട് നമ്മൾ കാത്തിരുന്ന് നമുക്ക് കിട്ടിയെങ്കിലും നമ്മൾ ഒരുപാട് ആർട്ടിക്സ് ഇപ്പം വന്ന് വലിയ ഭൂകമ്പം ഉണ്ടാക്കി. അങ്ങനെ ഒരുപാട് മോട്ടോർ സൈക്കിൾ സെഗ്മെൻറ്റിൽ ഇപ്പം ബ്രാൻഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ മത്സരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിർത്തിപ്പോയ വണ്ടികൾ തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിൽ സെയിലുണ്ടാവാൻ, ഇപ്പം ഇത്രയും കോമ്പറ്റീഷനായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ഇപ്പം നിലവിൽ നിർത്തിപ്പോയ കുറച്ച് വണ്ടികൾ, ഞാനിപ്പോൾ പറയാൻ പോകുന്ന വണ്ടികളൊക്കെ ഒന്ന് ഇറക്കിക്കഴിഞ്ഞാൽ മേ ബി അതിന് സ്റ്റിൽ സെയിൽ കാണും എന്ന് തോന്നിയിട്ടുള്ള എൻ്റെ കുറച്ച് വണ്ടികൾ, എൻ്റെ വണ്ടികളല്ല, എൻ്റെ ലിസ്റ്റിലുള്ള കുറച്ച് വണ്ടികൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതൊരു ചർച്ചയാണ്. നമുക്കിത് പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കാം. പക്ഷേ നമുക്ക് കമൻറ്റ് ബോക്സിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതോടുകൂടി ഞാൻ ആക്റ്റീവായിട്ട് കാണും. സോ നമുക്കതൊരു വലിയ ചർച്ചയാക്കാം. കമൻറ്റിനെല്ലാം റിപ്ലൈ തരാൻ വേണ്ടി പരമാവധി ഞാൻ ശ്രമിക്കാം. വീഡിയോയിലിട്ട് പോകുന്നതിന് മുമ്പ് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താം. മിസ്റ്റർ മോട്ടോർ വാൾട്ട് എന്ന് പറഞ്ഞ ഈ ഒരു ചാനൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമാകും. അതായത് ഈ വീഡിയോ കുറച്ച് ആൾക്കാരിലോട്ട് പുഷ് ചെയ്ത് എത്താൻ കാരണമാകും. ഹൈപ്പും കൂടെ ചെയ്താൽ അത്രയും നല്ലത്. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ 7-8 വർഷമായിട്ട് കടന്ന് നല്ല കഷ്ടപ്പെടുക. നല്ല നല്ല കണ്ടൻസ് കൊണ്ടുവരാനായിട്ട് ഞാൻ പരമാവധി ശ്രമിക്കാം. ഇത് അവസാനത്തെ ഒരു ഊഴമാണ്. 30 ദിവസം കൊണ്ട് നല്ല രീതിയിലൊരു സ്ട്രീക്ക് ഞാൻ ബിൽഡ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിട്ട് ഒരു അഭിമാനപരമായ കാര്യമാണ്. കണ്ടിന്യൂസ് ആയിട്ട് 30 ദിവസം ഞാൻ പറ്റുന്ന പോലെ വീഡിയോ ഇടാം. കഴിഞ്ഞ മാസം ശ്രമിച്ചു. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. എല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ. സോ ആദ്യത്തെ വണ്ടി തന്നെ തുടങ്ങാം. FC16 എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള, ഞാൻ ഓൺ ചെയ്യുന്നൊരു വണ്ടിയാണ് FC16, അതായത് വെർഷൻ 1. ഈ വണ്ടി സത്യം പറഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിലെ ഒരു നേക്കഡ് മോട്ടോർ സൈക്ലിങ്ങിൻ്റെ ഒരു കൾച്ചർ തന്നെ മാറ്റിമറിച്ചൊരു വണ്ടിയാണ്. അതായത് പൾസർ വലിയ പെർഫോമൻസ് നമുക്ക് കാണിച്ചു തന്നെങ്കിലും ഒരു പുതിയ കൾച്ചർ, മസ്കുലറായിട്ടുള്ള ടാങ്ക്, മസ്കുലറായിട്ടുള്ള ടയർ, ഫാറ്റി ടയർ, നല്ല പഞ്ച് പെർഫോമൻസ്, നല്ല അടിപൊളി ഒരു ഒരു ടിപ്പിക്കൽ ജാപ്പനീസ് ഡിസൈൻ ലാംഗ്വേജ്. അപ്പോൾ യുവാക്കൾക്കിടയിലോട്ട് അത് മതിയായിരുന്നു തരംഗമാകാൻ. RX-100 ശേഷം യമഹായ ഒരു വലിയൊരു തോൽവിയിൽ നിന്നും പുനർജന്മം നൽകിയ ഒരു വണ്ടി ഉണ്ടെങ്കിൽ അത് FC ആണ്. അപ്പോൾ അതിനുശേഷം FC വെർഷൻ 2 ഇറങ്ങി. തരക്കേടില്ലായിരുന്നു, സെയിൽസ് ഉണ്ടായിരുന്നു. പക്ഷേ FC1 അത്രയോ ആയിട്ടില്ല. ബട്ട് വെർഷൻ 3 വന്നപ്പം അങ്ങനെ പതുക്കെ മയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. MD വരാൻ വേണ്ടിയിട്ട് യമഹ കാത്തിരുന്നതോടുകൂടി FCയെ പതുക്കെ താഴോട്ട് ഫാമിലി യൂസേഴ്സിന് വേണ്ടിയിട്ട് ഡിസൈൻ ആക്കി. കുറച്ചുകൂടെ പവർ കുറച്ച്, മൈലേജ് കൂട്ടി, കംഫർട്ട് കൂട്ടി. സ്റ്റിൽ ഇപ്പോഴും സെയിൽസിന് ഒരു കുറവുമില്ല. പക്ഷേ ഡിഫറൻറ്റ് ഓഡിയൻസ് ആയി. അന്ന് ഫ്രീക്കന്മാരെ എടുത്തുകൊണ്ടിരുന്നായിരുന്നെങ്കിൽ ഇന്ന് കുറച്ചും കൂടെ മെച്യൂർ ആയിട്ടുള്ള ആൾക്കാർ ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു 125 പവറായിട്ട് മാത്രം ഒതുങ്ങി കഴിയുകയാണ് നമ്മുടെ FC. സോ FC വെർഷൻ 1 സെയിം ഡിസൈനിൽ ഏകദേശം അതേ ഒരു ഫീലിൽ പവറും കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്താൽ മതി. ഒരു 15 bhp ആക്കി ആ ഒരു ക്ലാസിക്കൽ ഡിസൈനിൽ ഇറക്കി കഴിഞ്ഞാൽ നിങ്ങൾ പറ, ആ വണ്ടി കയറി നല്ല സെയിൽ പിടിക്കത്തില്ലേ? അതാണ് എൻ്റെ ആദ്യത്തെ വണ്ടി എന്ന് പറയുന്നത്. രണ്ടാമത്തെ വണ്ടി എന്ന് പറയുന്നത് CBR 250R ആണ്. പക്ഷേ എനിക്കതിലെത്ര ഉറപ്പില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ യൂട്യൂബിലും അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതിൻ്റെ ഒരു ഇതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. ഇത് ഇറക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം ആൾക്കാർ മേടിക്കും എന്ന് എനിക്കറിയത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇരിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര ആ വണ്ടിയെ പുച്ഛമല്ല, ആ വണ്ടിയോട് ആർക്കും വലിയ മൈൻഡ് കാണത്തില്ല. പക്ഷെ നിർത്തി പോകുമ്പോൾ അതൊരു കിടിലൻ വണ്ടിയായിരുന്നു, ജമ്മായിരുന്നു, CBR എന്ന് പറഞ്ഞാൽ കിങ് ആയിരുന്നു, ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ തീർച്ചയായിട്ടും ആ വണ്ടി ഇരുന്ന സമയത്ത് ആ വണ്ടിക്ക് അത്യാവശ്യം നല്ല സെയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഹോണ്ട ആ വണ്ടിയെ പിൻവലിക്കത്തില്ലായിരുന്നു, ഡിസ്കണ്ടിന്യൂ ചെയ്യത്തില്ലായിരുന്നു. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ മേ ബി ഒരു സ്പോർട്സ് ടൂറർ, റിലയബിൾ ആയിട്ടുള്ള ഒരു സ്പോർട്സ് ടൂററിൻ്റെ ഒരു കാറ്റഗറി, കുറച്ച് അപ്ഡേറ്റും
ആയിട്ട് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വണ്ടിക്ക് നല്ല സെയിൽ ഇനിയും പിടിക്കാനേ ഉള്ളൂ. പക്ഷേ ഹോണ്ട ആയതുകൊണ്ട് അത്യാവശ്യം നല്ല വില കാണും എന്നുള്ള കാര്യത്തിൽ കൺഫേം ആയിട്ടും നമുക്ക് ഉറപ്പിക്കാം. ഒരു ക്ലോസ് ടു ഒരു 3 ലാക്ക് എബോവ് വരും വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ്. 3.5 ലാക്കിനടുത്ത് എന്തായാലും വരും. മൂന്നാമത്തെ വണ്ടി എന്ന് പറയുന്നത് നമ്മളുടെ സ്വന്തം കരീസ്മ ആറാണ്. തീർച്ചയായിട്ടും വണ്ടിയുടെ ഡിസൈൻ പലർക്കും ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ട് തോന്നാം. പക്ഷേ ആ ഒരു സൈലൻസർ, ബാക്കിലുള്ള ആ ഒരു വലിയൊരു സൈലൻസർ ഉണ്ടല്ലോ, ആ സൈലൻസർ മാറ്റി ഒരു ഓയിൽ കൂൾഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനും കൊടുത്ത് ഒരു 22 BHP 20 ഓൾറെഡി ഉണ്ട്. ബട്ട് എന്നിരുന്നാലും ഒരു 22 ആ ഒരു റേഞ്ചിലോട്ടൊക്കെ പവർ കൊടുത്ത് ആ വണ്ടി സ്റ്റിൽ ഇപ്പോഴും ഇറക്കിക്കഴിഞ്ഞാൽ മേ ബി സെയിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. കാര്യം ആ വണ്ടി ഇഷ്ടപ്പെടുന്ന ഒരു അന്ന് എടുക്കാൻ പറ്റാതെ പോയ ഒരുപാട് ആൾക്കാർ സ്റ്റിൽ ഇപ്പോഴും ആ ഒരു വണ്ടിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നുണ്ട്. സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലൊക്കെ കിട്ടാനില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ആ വണ്ടി അത്യാവശ്യം അലഞ്ഞ വണ്ടികളെ നമുക്ക് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ കിട്ടത്തുള്ളൂ. അതുമാത്രമല്ല ആ വണ്ടി ഓൺ ചെയ്ത് സ്റ്റിൽ ഇപ്പം നിലവിൽ ഓൺ ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ നമുക്ക് ആ ഒരു വണ്ടിയും ഹീറോ ഒന്ന് ലോഞ്ച് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു വിജയം തന്നെ ഉണ്ടാകും. പക്ഷേ ആ OG കരീസ്മ ആറിൻ്റെ ആ ഒരു സ്ക്വയർ ഷേപ്പിൽ വരുന്ന 223cc എഞ്ചിനുണ്ടല്ലോ, അതിൻ്റെ ഒരു റിലയബിലിറ്റി ഇപ്പം കാണുന്ന വണ്ടികളിൽ കാണുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. ബട്ട് സ്റ്റിൽ ഹീറോ അല്ലേ, നമുക്ക് വിശ്വസിക്കാം. സർവീസ് സെൻറ്ററും കാര്യങ്ങളൊക്കെ എല്ലായിടും ഉണ്ടല്ലോ. അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഒരു കമ്മ്യൂട്ടർ വണ്ടിയാണ്. കമ്മ്യൂട്ടർ വണ്ടി തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഹിറ്റാകാൻ ചാൻസ് ഉള്ള ഒരു വണ്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിസൈൻ വെച്ചിട്ട് ക്രക്സാണ്. ക്രക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു RX-100ൻ്റെ ഒരു റിപ്ലിക്ക പോലെ ഇറക്കിയതാണ്. 2 സ്ട്രോക്ക് ഇന്ത്യയിൽ ബാനായ സാഹചര്യത്തിൽ അതേ ഒരു ഡിസൈൻ വെച്ചൊരു 4 സ്ട്രോക്ക് ഇറക്കിയതാണ് RX-100ൻ്റെ ഒരു വിൻഗാമി എന്നുള്ളൊരു നിലയ്ക്ക്. പക്ഷേ അത് അന്ന് ഫ്ലോപ്പായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, ഫ്ലോപ്പൊന്നും ആയിട്ടില്ല. അത്യാവശ്യം ആൾക്കാരൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മോഡൽ തന്നെ ആയിരുന്നു. പക്ഷേ പെർഫോമൻസും കാര്യങ്ങളൊക്കെ വളരെയധികം കുറവാണ്. ഒരു റോബസ്റ്റ് എഞ്ചിനായിരുന്നു. അതൊരു നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു എഞ്ചിൻ. വലിയ പവറോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ നല്ല ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിരുന്നു. 60-65 70ഓളം മൈലേജ് കിട്ടുന്ന ആൾക്കാരുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിച്ചു. പേഴ്സണലി ഞാൻ കുറച്ച് നാൾ ആ വണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഡെയിലി യൂസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ്. ഇതിന് ഈ ക്രക്സ് നിർത്തുന്നത് എനിക്ക് തോന്നുന്നു 2018 ആ ഒരു സമയങ്ങളാണ്, 2016 സമയങ്ങളാണ്. ആ സമയത്ത് ബാക്കിലൊരു കാരിയറൊക്കെ ആയിട്ട് ഇറങ്ങിയൊരു ക്രക്സ് ഉണ്ടായിരുന്നു. ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. ആ ടാങ്കിൽ ഇങ്ങനെ യമഹ എന്ന് കൊടുത്തിട്ട് ഒരു രക്ഷയില്ലാത്ത ലുക്ക്. റൗണ്ട് ഹെഡ് ലാമ്പും ആ ബാക്കിൽ ചെറിയൊരു കാരിയറും ഫ്ലാറ്റായിട്ടുള്ള സീറ്റും. മോനെ ഒരു ഒരു വിൻറ്റേജ് ബൈക്ക് ഒരു ലുക്കാണ് ക്രക്സിന്. ഒരു കമ്മ്യൂട്ടർ വണ്ടിയുടെ യുവാക്കൾ ട്രെൻഡിനനുസരിച്ച് എടുക്കാൻ ഇനിയും ചാൻസ് ഉണ്ടെങ്കിൽ ക്രക്സ് ഇറക്കി കഴിഞ്ഞാൽ യമഹയുടെ ആ ഒരു കമ്മ്യൂട്ടർ ലെവലിൽ മോട്ടോർ സൈക്കിൾസ് ഇല്ലെന്നുള്ള ആ ഒരു പരാതിയും തീരും. ഇതൊക്കെ ആര് കേൾക്കാൻ, കേട്ടാലും കേട്ടില്ലെങ്കിലും നമ്മൾ പറയാന്നുള്ളത് നമ്മുടെ ഒരു ഇതല്ലേ. അടുത്ത വണ്ടി എന്ന് പറയുന്നതാണ് നമ്മുടെ സ്വന്തം, അത് വരാനൊരു ചാൻസും ഇല്ല. വന്നാൽ പക്ഷേ മിക്കവാറും ആ കമ്പനി പഴയ ലെവലിലോട്ട് ഹൈ ലെവലിലോട്ട് പോകും. അതുപോലത്തെ ഒരു കിടക്കാച്ചി സാധനമാണ്. അതായത് നമ്മുടെ ഡ്യൂക്ക് BS4 BS6 ആയിക്കോട്ടെ, പഴയ ആ ഒരു OG ഡ്യൂക്ക് 200, ആ ഒരു ഇപ്പോഴുള്ള ഡ്യൂക്ക് 200 അതൊക്കെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷേ ഞാനങ്ങ് എൻ്റെ ഒരു ഊഹം പറയാണ്, ആ പഴയ സൗണ്ട്, പണ്ട് ഓട്ടോറിക്ഷയുടെ സൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഒരു കളിയാക്കിയല്ലോ, ആ സൗണ്ട് വെച്ചിട്ട് ആ സെയിം ഡിസൈനിൽ ഒന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാണ്ടല്ലോ, പൊന്നു മോനെ നിന്ന് കത്തും, കേരളം നിന്ന് കത്തും. നമ്മളിത് ആ ഒരു വൈബിന് പറയുന്നതാണ്. പക്ഷേ തീർച്ചയായിട്ടും ആ ഒരു, ഞാൻ തമാശയ്ക്കാണെങ്കിലും KTM അങ്ങനെയൊക്കെ ഒരു ആ സൗണ്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മേ ബി അവർ അറിഞ്ഞുകൊണ്ട് കളയുന്നതല്ല, എമിഷൻ സ്റ്റാൻഡേർഡ് കാരണം സൗണ്ട് സ്വാഭാവികമായിട്ടും പോകുന്നതാണ്. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷേ അങ്ങനെ ഒന്ന് പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും RCയും ഡ്യൂക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ തരംഗം തന്നെ വീണ്ടും സൃഷ്ടിക്കും. KTM വാങ്ങാൻ വേണ്ടി അന്ന് ആഗ്രഹിച്ചിരുന്ന ആൾക്കാർ BS6 ആയപ്പോഴത്തേക്കും അങ്ങ് വലിഞ്ഞ ആൾക്കാരൊക്കെ വീണ്ടും പൊങ്ങി എന്തായാലും വരും. അത് കൺഫേം ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി അടുത്ത വണ്ടി എന്ന് പറയുന്നത്, ഞാനൊന്ന് നോക്കട്ടെ, ലിസ്റ്റ് എനിക്ക് മറന്നുപോയി. അടുത്ത വണ്ടിയാണ് ഏറ്റവും കൂടുതൽ ഞാൻ നോക്കിയിട്ട് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ഇപ്പം നിലവിൽ ഹീറോയ്ക്ക് 2 മോട്ടോർ സൈക്കിളാണ് അഡ്വഞ്ചർ കാറ്റഗറിയിൽ ഒരേ സെഗ്മെൻറ്റിൽ കിടക്കുന്നത്. എക്സ്പൾസ് 210ഉം എക്സ്പൾസ് 200ഉം. അപ്പോൾ ഈ എക്സ്പൾസ് 200 ഒരു പരിധിവരെയൊക്കെ ഇനി കാണത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ വർഷം കൂടെയൊക്കെ സെയിൽസിൽ കാണത്തുള്ളൂ. എടുക്കാനുള്ളവർക്ക് ഓടിപ്പോയി എടുത്തു. പക്ഷേ അത് നിർത്തി എക്സ്പൾസ് 210
ആക്കി. അതുപോലെ തന്നെ ഇനിയിപ്പോൾ എക്സ്പൾസ് 160 ആക്കാൻ പോകുന്നു എന്നൊക്കെ ഉള്ളൊരു വാർത്ത കേൾക്കുന്നുണ്ട്. അതായത് എക്സ്ട്രീം 160യുടെ എൻജിൻ വെച്ചിട്ട്. എൻജിനിൽ കാര്യമൊന്നുമില്ല, പക്ഷേ തീർച്ചയായിട്ടും ഇമ്പൾസിൻ്റെ ആ ഒരു രൂപവും ഡിസൈനും കൂടെ പഴയ 150 തന്നെ വെച്ചോ, അണ്ടർ പവേർഡായിട്ട് തന്നെ ഇരുന്നോട്ടോ, വിഷയമില്ല. പോട്ടെ, എന്നാൽ എക്സ്ട്രീമിൻ്റെ എൻജിൻ വെച്ചോ, എക്സ്ട്രീം 160യുടെ എൻജിൻ വെച്ചോ. ആ എൻജിൻ വെച്ചിട്ട് ഒരു ഇമ്പൾസിൻ്റെ രൂപത്തിൽ ആ ഒരു പ്രോപ്പർ ആ പഴയ ഒരു ലുക്കുണ്ടല്ലോ, അതിന് ഭീകര ഫാൻസാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഫാൻസ് അല്ല. അത് ഇറക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇത്രയും പറഞ്ഞ വണ്ടികളെക്കാട്ടിലും ഹെവി സെയിൽസ് ഹീറോയ്ക്ക് എന്തായാലും പിടിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഒരു ബഡ്ജറ്റ് 1,00,000 രൂപയ്ക്ക് താഴെ ആ ഒരു വണ്ടി ഇറക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ, 1,00,000 രൂപ താഴെ എന്തായാലും ഇറങ്ങാൻ ചാൻസ് ഇല്ല. ഒരു 1,00,000 രൂപ ബഡ്ജറ്റിൽ എക്സ്ഷോറൂം പ്രൈസ് നിർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു വണ്ടി നിന്ന് കത്തും. അമ്മാതിരി സെയിൽ വരും. കാര്യം ഇപ്പം സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഇമ്പൾസിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പ്രൈസാണ്. 1,00,000 രൂപ വരെ ചോദിക്കുന്നവരുണ്ട്, നാണമില്ലാത്തമാർ. ആ സാഹചര്യം ചൂഷണം ചെയ്യുക. അതായത് ഞാൻ പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. ഞാനാണെങ്കിലും ആ ഒരു വില ചോദിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇമ്പൾസ് കിട്ടാനില്ല, അമ്മാതിരി വില. എല്ലാവരും ഇമ്പൾസ് ഈ ട്രയൽ ഓഫ് റോഡിങ്ങും ഹെവി ആയിട്ടുള്ള എക്സ്ട്രീം ഡേർട്ടും കാറിലൊക്കെ നല്ല കളി കളിക്കാൻ വേണ്ടി ഇമ്പൾസാണ് എടുക്കുന്നത്. ഇമ്പൾസിൻ്റെ ഒരു ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ അതൊന്ന് വേറെയാണ്. അത് വേറെ മൂഡാണ് അത് വണ്ടി. അത് അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളായിട്ട് ഇന്ത്യയിൽ ഫസ്റ്റിൽ വന്ന വണ്ടിയാണെന്നുണ്ടെങ്കിലും കുറച്ച് അണ്ടർ പവേർഡ് ആയിരുന്നു. പക്ഷേ സ്റ്റിൽ ബിഗിനർ എന്നുള്ള നിലയ്ക്ക് കുറച്ച് പവർ വേണമെങ്കിൽ എക്സ്പൾസിലോട്ട് വരാം. പവർ കുറവാണെങ്കിൽ ലൈക്ക് പ്രോപ്പർ എന്തായാലും അവർ 160 ഒരെണ്ണം പ്ലാൻ ചെയ്യുന്നുണ്ട് ഹീറോ. അപ്പോൾ ഇമ്പൾസിൻ്റെ എൻജിൻ വെച്ചിട്ട് ഇറക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതൊരു ഹെവി സാധനം തന്നെ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എനിക്ക് തോന്നിയ വണ്ടികൾ. നിങ്ങൾക്ക് ഏതൊക്കെ വണ്ടിയാണ് തോന്നിയേക്കുന്നത് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞില്ല ആദ്യം, ഇതൊരു ചർച്ചയാണ്. കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ തുറന്നിട്ട് വന്നിരിക്കുകയാണ്. എന്തും പറയാം, തെറി പറയാതിരുന്നാൽ അത്രയും നല്ലത്. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ പറ്റുന്ന പോലെ എല്ലാം റിപ്ലൈ തരാം, നല്ലതുപോലെ റിപ്ലൈ തരാം. സോ നമുക്ക് ആ ഒരു കമൻറ്റ് ബോക്സിനെ ഭംഗിയാക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗായ്സ്. 8 വർഷമായി ഇതുവരെ ഒന്ന് ക്ലച്ച് പിടിച്ചിട്ടില്ല നല്ലോണം. സോ അടുത്തൊരു വീഡിയോയിലാണ്. ബൈ.